നമസ്കാരം. ഞാൻ ഡോക്ടർ രാജൻ വർഗീസ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് പനി എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാനാണ്. പനി അപകടകാരിയാണോ? പനി ശരീരത്തിന് ആവശ്യമാണോ? പനി എന്തുകൊണ്ടുണ്ടാകുന്നു? പനി ഉള്ള സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന പ്രത്യേകതകൾ എന്താണ്? പനി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പനി എന്തുകൊണ്ടുണ്ടാകും? പനി ബാക്ടീരിയയോ വൈറസോ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയയാണ്, കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് പനിക്ക് എന്നത്. പനി എന്ന് പറഞ്ഞാൽ ജലദോഷമല്ല, തുമ്മലും മൂക്കൊലിപ്പും ചുമയുമല്ല പനി എന്ന് പറയുന്നത്. പനി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നതാണ്. നമ്മൾ വെണ്ണ ഒരു ചൂട് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഉരുകുന്നു. അതേപോലെ തന്നെ വൈറസോ ബാക്ടീരിയയോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടെമ്പറേച്ചർ റേസ് ചെയ്യുക. ടെമ്പറേച്ചർ റേസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാക്ടീരിയ വൈറസോ നശിച്ചു പോകും. വെണ്ണ ഉരുകുന്നത് പോലെ അരിഞ്ഞു പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പനി അപകടകാരിയല്ല. പനി നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പനി കണ്ടുപിടിക്കുന്നതിൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ 98.4 ആണ്. നമ്മൾ സാധാരണ തെർമോമീറ്റർ വെച്ച് നോക്കുക 98.4 ഡിഗ്രി ഫാരൻഹീറ്റാണ്. നമ്മൾ തെർമോമീറ്റർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് 98.4 ആണ് നോർമൽ ബോഡി ടെമ്പറേച്ചർ എൽഡർലി പീപ്പിളിനുള്ളത്. അത് നാക്കിൻ്റെ അടിയിൽ വെച്ച് ഒരു മിനിറ്റ് നോക്കിക്കഴിയുമ്പോൾ തെർമോമീറ്ററിൽ കാണുന്ന ടെമ്പറേച്ചറാണ് നോർമൽ ബോഡി ടെമ്പറേച്ചർ 98.4 ആണ്. അതിൽ നിന്ന് കൂടുതലാണെങ്കിൽ നമുക്ക് തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ കുട്ടികളിൽ വായ്ക്കകത്ത് വെച്ച് തെർമോമീറ്റർ വെച്ച് നോക്കാനായിട്ട് അസൗകര്യമുണ്ടെങ്കിൽ പലപ്പോഴും കക്ഷത്തിൽ ആംപിറ്റിൽ വെച്ചിട്ടായിരിക്കും, ആക്സിലയിൽ വെച്ചിട്ടായിരിക്കും നോക്കുക. അങ്ങനെയെങ്കിൽ 98.4 എന്നുള്ളത് 99.4 ആക്കി വേണം നോർമൽ കണക്കൂട്ടാൻ. അപ്പോൾ ശരീരത്തിൽ സാധാരണ ഹാർട്ട് ബീറ്റ് 72 ആവറേജ് എന്നുള്ളത് പ്രായപൂർത്തിയായവർക്ക് 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പം അത് 82 ആവും. വീണ്ടും 2 ഡിഗ്രി ആകുമ്പോൾ 92 ആവും. വീണ്ടും 1 ഡിഗ്രി കൂടെ കൂടുമ്പോൾ വീണ്ടും 10 ഹാർട്ട് ബീറ്റ് കൂടും. അങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന ഹാർട്ട് ബീറ്റിൻ്റെ എണ്ണവും പനിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് പനി വരുന്ന സമയത്ത് നെഞ്ചിടിപ്പ് കൂടി കുഞ്ഞിൻ്റെ നെഞ്ച് കിടന്ന് പടപടാ എന്നടിക്കുകയായിരുന്നു എന്ന് പലരും പറയാം. അത് എൻ്റെ പ്രക്രിയ ശരീരത്തിനകത്തുണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഹാർട്ട് കൂടുതൽ പിടിക്കുന്നത്. പനി ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും കുളിപ്പിക്കാതിരിക്കുക, സ്പഞ്ച് ചെയ്യാതിരിക്കുക. പലരും ഐസ് വാട്ടർ വെച്ച് ശരീരം സ്പഞ്ച് ചെയ്ത് താൽക്കാലികമായിട്ട് ടെമ്പറേച്ചർ താഴ്ത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. താൽക്കാലികമായിട്ട് ഇങ്ങനെ ടെമ്പറേച്ചർ താഴ്ത്തി കഴിയുമ്പോൾ പനി മാറാൻ താമസമുണ്ടാകുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നെറ്റിയിൽ തുണി നനച്ചിടാം. ഈ ടെമ്പറേച്ചർ റേസ് ചെയ്തിട്ട് ഫിബ്രൈൽ ഫിറ്റ്സ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് തല മാത്രം തണുപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ടെമ്പറേച്ചർ താഴ്ത്താൻ ശ്രമിക്കുന്നത് ഗുണത്തിന് പകരം ദോഷം ചെയ്യും. പനി മാറാൻ താമസിക്കും. പനി മാറിക്കഴിഞ്ഞാൽ
ആദ്യത്തെ 2 കുളി ചൂടുവെള്ളത്തിൽ തല ഉൾപ്പെടെയാണ്. അതെപ്പോഴാണ് പനി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തെർമോമീറ്റർ വെച്ച് നോക്കി ടെമ്പറേച്ചർ <100 ആയി 6 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴേ 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത പനി വന്നില്ല എന്നുണ്ടെങ്കിൽ പനി മാറി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താം. <100. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ചൂടുവെള്ളത്തിൽ തല ഉൾപ്പെടെ കുളിപ്പിക്കുക. തല ഉൾപ്പെടെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നതിൻ്റെ കാര്യം ആ കുളിയിൽ കൂടെ ബാക്കി പനിയുള്ളതും കൂടെ വിയർത്ത് വിട്ടുമാറും. പനിയുള്ള സമയത്ത് പരമാവധി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ സ്വെറ്റിങ്ങിനെ, വിയർപ്പിനെ പ്രൊമോട്ട് ചെയ്യുക. അതിന് വെള്ളം കൂടുതൽ കുടിച്ചാൽ വിയർക്കാനുള്ള കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കും. പണ്ട് ഉള്ള ആൾക്കാർ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ ഇത് പറയുന്ന, പണ്ടുള്ള ആൾക്കാർ പനി ഉള്ളപ്പോൾ തിളച്ച വെള്ളം അതിനകത്ത്, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, ജീരകം, തുളസിയില തുടങ്ങിയുള്ള സാധനങ്ങൾ ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം തലയിൽ കൂടെ തുണിയിട്ട് മൂടി മുൻപിൽ ആ പാത്രം വെച്ച് ആവി പിടിച്ച് വിയർപ്പിക്കാൻ ആണ് പഴയ ആൾക്കാർ ശ്രമിച്ചിരുന്നത്. ചുക്കും കുരുമുളകൊക്കെ ഇട്ടിട്ട് ചുക്ക് കാപ്പി കുടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ചൂടുവെള്ളം പരമാവധി കുടിക്കാൻ ശ്രമിക്കുക പനിയുള്ള സമയത്ത്. പനി 6 മണിക്കൂറിൽ കൂടുതൽ 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ താഴെ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയതിനു ശേഷമേ കുളിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവൂ. പനി മാറിയതിന് ശേഷമുള്ള 2 കുളികൾ ചൂടുവെള്ളത്തിൽ തല ഉൾപ്പെടെ വേണം കുളിക്കാൻ. അപ്പോൾ <100 ഡിഗ്രിയിൽ നിൽക്കുന്ന ടെമ്പറേച്ചർ വീണ്ടും വിയർത്തതിന് ശേഷം, അപ്പോൾ വിയർക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കണം. ഐസ് വാട്ടർ അല്ല ഉദ്ദേശിക്കുന്നത്, ചെറു ചൂടുവെള്ളം പരമാവധി കുടിച്ചു കഴിഞ്ഞാൽ വിയർക്കാനുള്ള ടെൻഡൻസി ബോഡിക്ക് കൂടും. അതിൻ്റെ ഒപ്പം ഈ 100 ഡിഗ്രിയിൽ താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ, ചിലപ്പോൾ 103, 104 പോയാലും ഈ പനി വിട്ടുമാറുന്നതിന് മുൻപ് സാധാരണഗതിയിൽ ഒരു ഹൈ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാകുന്ന ഒരു പതിവുണ്ട്. ചിലപ്പോൾ 103.5, 104 വരുമ്പോഴായിരിക്കും വെട്ടി വിയർത്തുന്ന പഴയ ആൾക്കാർ. അങ്ങനെ വിയർത്ത് കഴിയുമ്പോൾ പഴമക്കാർ പറയും, അതേ പനി വിടാൻ പോവാൻ, പനി വിടാനാണ് വിയർത്തത് എന്ന് പറയും. അങ്ങനെ വിയർപ്പിനെ പനിയുള്ള സമയത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആവി പിടിച്ച് പഴയ ആൾക്കാർ പനി മാറ്റാൻ നോക്കിയിരുന്നു. ഐസ് വാട്ടർ വെച്ച് സ്പഞ്ച് ചെയ്യുക അല്ല ചെയ്തിട്ടുള്ളത്. നെറ്റിയിൽ തുണി നനച്ച് ഫിബ്രൈൽ ഫിറ്റ്സ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളിലെ ഉള്ളൂ ആ ചാൻസസ്, പോസിബിലിറ്റീസ്. അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള 2 കുളി ചൂടുവെള്ളത്തിൽ, തണുപ്പ് മാറിയ പോലെ കുറച്ചുകൂടെ ചൂടുള്ള വെള്ളത്തിൽ 6 മണിക്കൂറിൽ കൂടുതൽ 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ താഴെ നിന്ന് കഴിഞ്ഞാൽ കുളിക്കാം. 2 ദിവസം, ഫസ്റ്റും സെക്കൻഡും കുളികൾ തല ഉൾപ്പെടെ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പനിയും കൂടെ വിട്ടുമാറും. ഇതാണ് പനിയെ സംബന്ധിച്ച് ഒരു ബേസിക് ആയിട്ട് ഉണ്ടാകേണ്ട അറിവ് എന്ന് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു.